നമസ്കാരം. അഘോരവിഷൻ ചാനലിന്റെ ഏറ്റവും പുതിയ അധ്യായത്തിലേക്ക് മാന്യ പ്രേക്ഷകർക്ക് സ്വാഗതം. നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് കൂടെ കൂടുക. അതിനോടൊപ്പം തന്നെ തുടർന്ന് വരുന്ന ബെല്ലൈക്കൻ ഒന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ പോസ്റ്റ് ചെയ്യുന്ന വീഡിയോ ഉടനെ തന്നെ നിങ്ങളുടെ മൊബൈലിൽ നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുന്നതായിരിക്കും. അതുപോലെ തന്നെ നിങ്ങൾ ഇഷ്ടപ്പെടുന്നവർക്ക് ഈ ചാനൽ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാൻ താല്പര്യപ്പെടുന്നു. നിങ്ങളുടെ അഭിപ്രായം കമന്റായി രേഖപ്പെടുത്തുക. എല്ലാ കറുത്ത വാവിനും അമാവാസിക്ക് ഇവിടെ ശക്തയ പുഷ്പാഞ്ജലി ഉണ്ടായിരിക്കും. നിങ്ങളുടെ നക്ഷത്രവും പേരും ഉൾപ്പെടുത്താൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അധ്യായത്തിൽ നമ്മൾ നോക്കാൻ പോകുന്നത് അപൂർവങ്ങളിൽ അപൂർവമായിട്ട് വരുന്ന ഒരു യോഗമാണ്. അതായത് ശുക്ര ആദിത്യ യോഗം. അപ്പൊ ശുക്ര ആദിത്യ എന്ന് പറഞ്ഞാൽ ശുക്രനും സൂര്യനും ഒരുമിച്ച് വരുന്നതിന് നമ്മൾ ശുക്ര ആദിത്യ യോഗം എന്ന് പറയുന്നത്. അപ്പൊ ഈ ശുക്ര ആദിത്യ യോഗം കൊണ്ട് സംഭവിക്കാൻ പോകുന്ന എന്താ വെച്ചാൽ, അത് ഈ ഒരു യോഗം മാത്രമല്ല, മനുഷ്യന്മാർക്ക് പല യോഗങ്ങൾ കൊണ്ടും ഗുണങ്ങൾ ഉണ്ടായിരിക്കാം. അതുപോലെ ഒരു യോഗമാണ് ശുക്ര ആദിത്യ യോഗം. ഇത് വല്ലപ്പോഴും ഒരിക്കൽ മാത്രം സംഭവിക്കുന്ന, വളരെ വിരളമായിട്ട് സംഭവിക്കുന്ന ഒരു യോഗമാണ്. അപ്പോ ഇതിൽ 5 രാശിക്കാർക്ക് കുറച്ച് മേന്മ ഉണ്ടാവുന്ന യോഗമാണ്. അതായത് പല നല്ല കാര്യങ്ങളും അവരുടെ ജീവിതത്തിൽ നടക്കാൻ പോകുന്നതിന്റെ ആദ്യപടിയാണ് ഈ യോഗം. ഈ യോഗം വന്നു കഴിഞ്ഞാൽ തന്നെ ഇവരുടെ ജീവിതത്തിൽ പല നല്ല കാര്യങ്ങളും ശുഭകാര്യങ്ങളൊക്കെ നടക്കും. അത് ഈ തരത്തിലാണെങ്കിലും നിങ്ങളുടെ ജീവിതത്തിൽ ഒരു മെച്ചം ഉണ്ടാവും. അതുപോലെ ജോലിയിലൊക്കെ പുരോഗതി ഉണ്ടാവാം. അങ്ങനെ പല നേട്ടങ്ങളും കിട്ടുന്ന ഒരു യോഗമാണ് ശുക്ര ആദിത്യ യോഗം. അപ്പൊ ഈ യോഗം കൊണ്ട് 5 രാശിക്കാർക്ക് കുറച്ച് ഗുണം ഉണ്ടാവും എന്ന് പറഞ്ഞു. അതുപോലെ തന്നെയാണ് ബാക്കിയുള്ള രാശിക്കാർക്ക് കുറച്ച് മോശ അവസ്ഥയും ഉണ്ടാവാം. പലർക്കും ഗുണങ്ങളും മോശങ്ങളും ഉണ്ടാവാം. ഒരു യോഗം കുറച്ച് ആൾക്കാർക്ക് ഗുണം ചെയ്യുമെങ്കിൽ, കുറച്ച് രാശിക്കാർക്ക് ഗുണം ചെയ്യുമെങ്കിൽ തിരിച്ച് ഓപ്പോസിറ്റ് ആയിട്ട് മറ്റുള്ള രാശിക്കാർക്ക് ദോഷം ചെയ്യും. അതിപ്പോ ഈ യോഗം മാത്രമല്ല, പല യോഗങ്ങളും അങ്ങനെ തന്നെയാണ്. അപ്പോ ഇത് നിങ്ങൾ ആദ്യം ഒന്ന് ഒരു പൊതുഫലമായിട്ട് കാണുക. പൊതുവെ പറയുന്ന ഫലമാണ്. നമ്മുടെ ജാതകത്തിലെ വിഷയങ്ങൾ എന്താണ്, നമ്മുടെ ജാതകത്തിൽ എന്തൊക്കെയാണ്, അല്ലെങ്കിൽ നമ്മുടെ ജാതകത്തിലെ ഈ അനുഭവങ്ങൾ വരുമോ, അല്ലെങ്കിൽ ദോഷങ്ങൾ ഉണ്ടോ, അല്ലെങ്കിൽ ഗുണങ്ങൾ കിട്ടുമോ എന്നൊക്കെ അറിയണമെങ്കിൽ നമ്മുടെ ജാതകം വിശകലനം ചെയ്യേണ്ടി വരും. ഇത് പൊതുവെ ഗ്രഹങ്ങൾ ചാരവശാൽ ഉണ്ടാകുന്ന ഫലങ്ങളാണ് പറയുന്നത്. അപ്പൊ ഈ ഫലത്തെ ഇങ്ങനെ തന്നെ കാണുക എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. അപ്പോ ആരും അതിനെക്കുറിച്ച് ടെൻഷൻ അടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. അതുപോലെ തന്നെ എനിക്ക് ദോഷം വരുമോ അങ്ങനെ ചിന്തിക്കേണ്ട. എന്നാൽ നിങ്ങൾക്ക് ഗുണങ്ങൾ ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഗുണങ്ങൾ എല്ലാവർക്കും ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. 5 രാശിക്കാരുടെ കാര്യമാണ് നമ്മൾ ഈ ചാനലിലൂടെ ഇപ്പോൾ ഈ ഒരു എപ്പിസോഡിൽ പറയാൻ പോകുന്നത്. അപ്പൊ അതിൽ ഈ യോഗങ്ങൾ വന്നു കഴിഞ്ഞാൽ ഉള്ള എന്താ ഗുണം വെച്ചാല്, നമ്മളെ ഒരു ജീവിതത്തിൽ നമ്മളെ പിടിച്ചു കെട്ടാൻ കഴിയില്ല എന്ന് പറയും. ചിലപ്പോൾ ചില കാര്യങ്ങളിലൊക്കെ നമ്മൾ ഇറങ്ങിത്തിരിക്കുമ്പോൾ, അത് എന്തെങ്കിലും തരത്തിലുള്ള ബിസിനസ്സിലൊക്കെ ഇറങ്ങിത്തിരിക്കുമ്പോൾ, അല്ലെങ്കിൽ ഒരു പുതിയ സംരംഭം നമ്മൾ തുടങ്ങാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അത് തുടങ്ങുമ്പോൾ ഇത് അനുകൂലമായി നിൽക്കുന്ന ആൾക്കാർക്ക്, അതായത് ഈ യോഗം അനുകൂലത്തിൽ നിൽക്കുന്ന ആൾക്കാരാണെങ്കിൽ തീർച്ചയായിട്ടും ആ ഒരു സംരംഭത്തിൽ അവർ വിജയിക്കും. അവരെന്തായാലും പച്ച പിടിച്ചു വരും, പിടിച്ചു നിൽക്കും അവർ ആ ഫീൽഡിൽ. കാരണം ഈ യോഗത്തിന്റെ ഗുണമാണ് അത്. ഇവർ ജനിക്കുമ്പോൾ നമ്മുടെ ജാതകത്തിൽ അനുകൂലമാണെങ്കിൽ മാത്രമേ ഇത് ഉണ്ടാവുള്ളൂ. അപ്പൊ ഈ യോഗം നമ്മുടെ ജാതകത്തിൽ അനുകൂലമാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ജീവിതത്തിൽ നല്ല മാറ്റം ഉണ്ടാവും. നിങ്ങൾ ശ്രദ്ധിച്ചോളുണ്ടു, നിങ്ങളത് നോട്ട് ചെയ്ത് വെച്ചോളുണ്ടു. കാരണം നിങ്ങളുടെ ജീവിതത്തിൽ മാറ്റം ഉണ്ടാവും. ഇപ്പൊ 10 ആളുണ്ടെങ്കിൽ 10 ആളിൽ 5 ആൾക്കും തീർച്ചയായിട്ടും നല്ല മാറ്റം ഉണ്ടാവും എന്നുള്ളത് ഉറപ്പാണ്. എന്തായാലും യോഗം കൊണ്ട് എല്ലാവർക്കും നല്ല മാറ്റം ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് ഈ രാശി ഏതൊക്കെയാണെന്നും ആ രാശിയിൽ വരുന്ന നക്ഷത്രക്കാരാരാണെന്നും എന്ന് നോക്കിയിട്ട് നമുക്ക് വിശകലനം ചെയ്യാം. ആദ്യമായിട്ട് നോക്കുന്നത് ഇടവം രാശിയാണ്. ഇടവക്കൂറിൽ വരുന്ന കാർത്തിക, മുക്കാല്, രോഹിണി, മകീര നക്ഷത്രക്കാർക്കാണ് ഈ ഗുണഫലങ്ങൾ ഉണ്ടാവുക. കാരണം നമ്മൾ ഈ ഒരു ശുക്രാദിത്യ യോഗം കൊണ്ടുള്ള ഫലങ്ങളെ കുറിച്ചാണ് ഇവിടെ പറയുന്നത്. അപ്പോൾ ഇവരുടെ സാമ്പത്തിക സ്ഥിതി, ഇടവൻ രാശിക്കാരുടെ സാമ്പത്തിക സ്ഥിതി മികച്ചതായി തന്നെ മുന്നോട്ട് പോകുമെന്നാണ് പറയുന്നത്. പല അനുകൂല സാഹചര്യങ്ങളുമായിരിക്കും ഇവരുടെ ജീവിതത്തിൽ അതിനുവേണ്ടി വന്നുകൊണ്ടിരിക്കും. പല അനുകൂലങ്ങളും ഇവർക്ക് ഈ ജീവിതത്തിൽ ലഭിക്കുമെന്ന് ഉറപ്പാണ്. അതുപോലെ തന്നെ കരിയറിൽ മികച്ച നേട്ടം ഉണ്ടാക്കാൻ സാധിക്കും. ജോലിയിലായാലും നല്ല പുരോഗതി ഇവർക്ക് ലഭിക്കും എന്നുള്ളത് തീർച്ചയാണ്. കാരണം ഇവരുടെ കുടുംബ ജീവിതത്തിലും സന്തോഷവും സമാധാനവും ഉണ്ടാവും. കാരണം പുതിയ പങ്കാളിത്ത ബിസിനസ്സൊക്കെ ആരംഭിക്കുന്നതിന് ഇവർക്ക് സാധിക്കും എന്നുള്ളത് തീർച്ചയാണ്. ഇടവൻ രാശിക്കാരെ സംബന്ധിച്ച് ഏറ്റവും മികച്ച സമയത്തിലൂടെയാണ് ശുക്രാദിത്യ യോഗം കൊണ്ടുപോകുന്നത്.
പുതിയ സംരംഭങ്ങൾക്ക് മികച്ച സമയമാണ്. അത് പുതിയ ചിട്ടി പോലുള്ള പുതിയ തുടങ്ങാനും ബാങ്ക് ബാലൻസ് വർദ്ധിപ്പിക്കാനും ഒക്കെ സാഹചര്യം വന്നു ചേരും എന്നുള്ളത് തീർച്ചയാണ്. ഈ യോഗം കൊണ്ട് ഇടവൻ രാശിക്കാർക്ക് വളരെയധികം ഗുണപ്രദമായ ഫലങ്ങളായിരിക്കും ലഭിക്കുക. ഈ ഇടവൻ രാശിയിൽ വരുന്ന കാർത്തിക, രോഹിണി, മകീരം നക്ഷത്രക്കാർക്ക് ഏറ്റവും മികച്ച സമയങ്ങളിലോ ആണ് ഇപ്പൊ കടന്നു പോകുന്നത്. ഈ ഒരു ഫലം ശുക്രനും സൂര്യനും ഒരുമിക്കുമ്പോൾ ഉള്ള ഫലം വളരെയധികം വലുതായിരിക്കും എന്നുള്ളത് തന്നെയാണ്. അതായത് ഇവരുടെ ജീവിതത്തിൽ ഇവരെന്തൊക്കെ സംഭവിച്ചാലും ഇവരെ പരാജയപ്പെടുത്താൻ മറ്റൊരാൾ ശ്രമിച്ചാൽ പോലും നടക്കില്ല എന്നുള്ളത് തീർച്ചയാണ്. കാരണം ഇവരുടെ ജീവിതത്തിൽ പെട്ടെന്ന് ഒരു പരാജയം വന്നു പെടില്ല എന്നുള്ളത് ഉറപ്പാണ്. കാരണം ഇവരെ പരാജയപ്പെടുത്താൻ വേണ്ടി ശത്രുക്കൾ ശ്രമിച്ചാൽ പോലും അതിന് സാധിക്കില്ല. ഈ യോഗം അതിന് സമ്മതിക്കില്ല. ഇവർ പോലും അറിയാണ്ട് ഇവരെ സംരക്ഷിച്ചു നിർത്തുന്ന ഒരു യോഗമാണ് ശുക്രാദിത്യ യോഗം. നിങ്ങൾക്ക് മികച്ച നേട്ടം തന്നെ ഉണ്ടായിരിക്കും. പുതിയ വാഹനം വാങ്ങാനൊക്കെ ഈ ഒരു അവസരം ഉപയോഗപ്പെടുത്താം. പ്രത്യേകിച്ച് നല്ലൊരു സമയമാണ് എന്തിനും. പുതിയ ബിസിനസ് ആലോചിക്കാനും അത് വളർത്തി വലുതാക്കാനും അതിനുവേണ്ടി ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റിയ സമയം കൂടിയാണ് ഈ ഒരു സമയത്ത്. നല്ലൊരു രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുന്ന പല ബിസിനസ്സുകളും മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയും. കാരണം നിങ്ങളുടെ ഏത് തലത്തിലാണ് നിങ്ങൾ പ്രവർത്തിക്കുന്നെങ്കിൽ പോലും ആ ഒരു പ്രവർത്തന മേഖല വിജയിപ്പിക്കാൻ കഴിയുന്ന സമയമാണ് ഇടവൻ രാശിക്കാർക്ക് വരാൻ പോകുന്നത് അഥവാ വന്നുകൊണ്ടിരിക്കുന്നത്. എന്തായാലും നിങ്ങൾ ധൈര്യമായിട്ടിരിക്കും ഇടവൻ രാശിക്കാർ. എല്ലാ അനുഗ്രഹങ്ങളും ഈ യോഗം കൊണ്ട് നിങ്ങൾക്ക് ഉണ്ടാവും. കുടുംബത്തെ സമാധാനവും സന്തോഷവും കളിയാടും എന്നുള്ളത് തീർച്ചയാണ്. എന്തിനും ഏതിനും ഈ യോഗം നിങ്ങളെ സഹായിക്കും. അതുകൊണ്ട് തന്നെ ഏറ്റവും ജീവിതത്തിൽ മികച്ച സാമ്പത്തിക നേട്ടം എന്തായാലും ഉണ്ടായിരിക്കും എന്നുള്ളത് തീർച്ചയാണ്. എല്ലാവിധ അനുഗ്രഹങ്ങളും ഇടവൻ രാശിക്കാർക്ക് ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിങ്ങൾ ഇടവൻ രാശിക്കാർ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് മഹാലക്ഷ്മി പൂജ ചെയ്യുന്നത് നന്നായിരിക്കും. അതുപോലെ മഹാലക്ഷ്മി സ്തോത്രം ജപിക്കുന്നത് നന്നായിരിക്കും. അതുപോലെ തന്നെ ലക്ഷ്മി നാരായണ സ്തോത്രങ്ങളൊക്കെ ജപിക്കുന്നത് ഇവരെ സംബന്ധിച്ച് ഏറ്റവും നല്ല ഫലങ്ങൾ ലഭിക്കും എന്നുള്ളത് തീർച്ചയാണ്. ജാതകത്തിലെ ശുക്രന്റെ അവസ്ഥ എന്താണോ, ശുക്രൻ ഏത് രാശിയിലാണോ നിൽക്കുന്നത്, ആരോടൊപ്പം യോഗം ചെയ്തിട്ടാണോ നിൽക്കുന്നത്, അതിനൊക്കെ അനുസരിച്ചായിരിക്കും ഇവരുടെ ജീവിതത്തിലെ ഫലങ്ങൾ വരിക. അതിനനുസരിച്ചുള്ള പരിഹാരങ്ങളുമാണ് ചെയ്യേണ്ടത്. ഇത് പൊതുവെ പറയുന്ന പരിഹാരങ്ങളാണ്. എങ്കിൽ പോലും നിങ്ങളുടെ ജാതകം നോക്കിയതിനു ശേഷം അതിന് യോഗ്യമായ തരത്തിലുള്ള പരിഹാരം ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ജീവിതത്തിൽ മാറ്റം ഉണ്ടാവും. എന്തായാലും എല്ലാ അനുഗ്രഹങ്ങളും ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് അടുത്ത രാശിയിലേക്ക് നോക്കാം. അടുത്തതായിട്ട് ചിങ്ങം രാശിയാണ്. ചിങ്ങം രാശിയിൽ വരുന്ന അഥവാ ചിങ്ങക്കൂറിൽ വരുന്ന മകം, പൂരം, ഉത്തര നക്ഷത്രക്കാർക്ക് ഈ ഒരു ശുക്രാദിത്യ യോഗം കൊണ്ട് മികച്ച നേട്ടം കൊയ്യാൻ സാധിക്കുന്ന സമയത്തിലൂടെയാണ് കടന്നു പോകുന്നത്. എന്തായാലും ഈ ഒരു രാജയോഗം ഇവരുടെ ജീവിതത്തിൽ അനുകൂലമായ പല മാറ്റങ്ങളിലേക്കും എത്തിക്കുമെന്ന് തീർച്ച തന്നെയാണ്. വീട്ടിൽ സന്തോഷവും സമാധാനവും ഉണ്ടാവും. ഭാര്യ ഭർത്തൃ ബന്ധം ദൃഢമാവുന്നതിനും അതുപോലെ തന്നെ അകലിച്ചു നിൽക്കുന്നവർക്ക് അടുക്കാനുള്ള ഒരു സമയം വന്നു ചേരും. ഈ യോഗം കൊണ്ട് വിവാഹമോചനത്തിന് വേണ്ടിയിട്ടൊക്കെ ശ്രമിക്കുന്നവർക്ക് ആ മോചനത്തിൽ നിന്നൊക്കെ ഒരു മോചനം ലഭിക്കും എന്നുള്ളത് തീർച്ചയാണ്. പലരും ആ മോചന കരാറിൽ ഒപ്പിടാൻ ശ്രമിക്കുന്നതിന് മുമ്പ് തന്നെ തിരിച്ച് ആ വിവാഹമോചനം വേണ്ട, നമുക്ക് ഒരുമിച്ച് ജീവിക്കാം എന്നുള്ള സാഹചര്യത്തിലേക്ക് എത്തും എന്നുള്ളത് നിങ്ങൾ പലവർക്കും അനുഭവത്തിൽ വരും. ഒന്ന് ശ്രദ്ധിച്ചോളൂ, ഒന്ന് നോട്ട് ചെയ്ത് വെച്ചോളൂ. നിങ്ങൾ തീർച്ചയായിട്ടും നിങ്ങളുടെ ജീവിതത്തിൽ ആ ഒരു മാറ്റം നിങ്ങളിൽ ഉണ്ടാവും. പെട്ടെന്ന് നിങ്ങളുടെ മനസ്സ് മാറും. രണ്ടുപേരുടെയും മനസ്സ് മാറിയിട്ട് നമുക്ക് ഇനി ഒരുമിച്ച് തന്നെ ജീവിക്കാം. പല തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ നമുക്ക് തന്നെ പറഞ്ഞു തീർത്ത് സമാധാനത്തിൽ നമുക്കുള്ള കുട്ടികൾക്ക് വേണ്ടിയിട്ട് നമുക്ക് ഒരുമിച്ച് ജീവിക്കാം എന്നുള്ള രണ്ടു കൂട്ടരും തീരുമാനിക്കും. ആ ഒരു തീരുമാനത്തിലേക്ക് എത്തി നിൽക്കുന്ന സമയമാണ് ഈ ഒരു ശുക്രാദിത്യ യോഗം കൊണ്ട് സംഭവിക്കാൻ പോകുന്നത്. പല സാമ്പത്തിക ബുദ്ധിമുട്ടുകളൊക്കെ അനുഭവിച്ച് ജീവൻ തന്നെ മരവിച്ചിരിക്കുന്ന പലരും ഉണ്ടാവാം. അത്തരക്കാർക്ക് നല്ലൊരു ആശ്വാസമായിരിക്കും ഈ ശുക്ര ആദിത്യ യോഗം. കാരണം അതിൽ നിന്നൊരു സമാധാനം നമുക്ക് കിട്ടും. ഒരുപാട് സമ്പത്ത് വരിക എന്നല്ല ഉദ്ദേശിക്കുന്നത്. അതിൽ നിന്ന് നമുക്ക് പെട്ടെന്നൊരു നമുക്ക് മനസ്സമാധാനം ലഭിക്കും. ആ മനസ്സമാധാനം ലഭിക്കുന്നതോട് കൂടിയിട്ട് നമുക്ക് ജീവിതത്തിന് ഉണർവ് ഉണ്ടാവും. ജീവിക്കണം എന്നൊരു ആഗ്രഹം നമുക്ക് തോന്നും. അതുവരെ മനസ്സും അടുത്ത് ആത്മഹത്യയുടെ വക്കിലേക്ക് എത്തി നിൽക്കുന്നവർക്ക് അതിൽ നിന്നൊക്കെ തീർച്ചയായിട്ടും മോചനം വരും. പെട്ടെന്ന് മനസ്സ് മാറി ഇനി ജീവിക്കണം, ജീവിച്ച് കാണിച്ചു കൊടുക്കണം മറ്റുള്ളവരുടെ മുന്നിൽ. കാരണം നമുക്ക് സാമ്പത്തികം ഉണ്ടാക്കണം, അതിനുവേണ്ടി കഠിനാധ്വാനം ചെയ്യും നമ്മൾ. കഠിനാധ്വാനത്തിന് ശ്രമിക്കുന്നവർക്ക് തീർച്ചയായിട്ടും ജീവിതത്തിൽ വിജയം ഉണ്ടാവും എന്നുള്ളത് ഉറപ്പാണ്. എന്തായാലും നമുക്കറിയാം, പൊതുവെ പറയുകയാണെങ്കിൽ ഏത് യുഗങ്ങളാണ് എന്താണെങ്കിൽ പോലും നമ്മൾ കഠിനാധ്വാനം ചെയ്യാൻ തയ്യാറാണെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് ജീവിതത്തിൽ ഉയർച്ചയും വിജയവും ഒക്കെ ഉണ്ടാവും. എല്ലാവരുടെയും മുന്നിലും നിങ്ങൾ ഉയർന്നു നിൽക്കും. ആരാലും തോൽപ്പിക്കാൻ നിങ്ങളെ കഴിയില്ല.
എന്നുള്ളൊരു അവസ്ഥയിലേക്കാണ് ഈ യോഗം നിങ്ങളെ കൊണ്ടെത്തിക്കുന്നത്. നിങ്ങളുടെ കരിയറിൽ അതുപോലെ തന്നെ ഏത് മേഖലയിലായിക്കോട്ടെ നിങ്ങൾ പ്രവർത്തിക്കുന്നത്, ആ മേഖലയിൽ നിങ്ങൾക്ക് സുനിശ്ചിതമായ വിജയം ഉണ്ടാവും എന്നുള്ളത് ഉറപ്പാണ്. സർക്കാർ ജോലി ചെയ്യുന്നവർക്കൊക്കെ നല്ല സമയം കൂടിയാണ് ശുക്രാദിത്യ യോഗം കൊണ്ട് ലഭിക്കാൻ പോകുന്നത്. അതുകൊണ്ട് തന്നെ സ്ഥാനക്കയറ്റം ലഭിക്കാൻ സാധ്യത കൂടുതലാണ്. ഈ രാശിയിൽ വരുന്ന നക്ഷത്രക്കാർക്ക് സ്ഥാനക്കയറ്റം ഉണ്ടാവും. അതിനുള്ള അവസരം വന്നു ചേരും. പുതിയ പുതിയ സംരംഭങ്ങൾ തുടങ്ങാനുള്ള അവസരം ഉണ്ടാവും. ജോലിയിൽ തന്നെ ഒരു സ്ഥാനക്കയറ്റം, അത് നിമിത്തം തന്നെ നമുക്ക് സാമ്പത്തിക മെച്ചം ഉണ്ടാവുമല്ലോ. എന്തായാലും ആ ശമ്പള വർധനവും അതിനോടൊപ്പം തന്നെ ഉണ്ടാവും. അപ്പൊ മികച്ച നേട്ടമായിരിക്കും ശുക്ര ആദിത്യ യോഗം കൊണ്ട് ഇവർക്ക് സംഭവിക്കാൻ പോകുന്നത്. ഈ ഒരു നേട്ടം ഇവരുടെ ജീവിതത്തിലെ പല തലങ്ങളിലേക്കും എത്തും. അതുപോലെ തന്നെ ആ ജീവിതം മികച്ചതായി മാറുകയും ചെയ്യും. എന്തായാലും ഈ ചിങ്ങൻ രാശിക്കാർക്ക് എല്ലാ അനുഗ്രഹങ്ങളും ആശീർവാദങ്ങളും ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഇവര് ചില പരിഹാരങ്ങളും കൂടി ചെയ്യുന്നത് നന്നായിരിക്കും. ശിവ ക്ഷേത്രത്തിൽ ചെയ്യേണ്ട വഴിപാടാണ് പറയുന്നത്. ശിവന് ധാര, പിൻവിളക്കും, കൂവളമാല, ശംഖാഭിഷേകം ചെയ്യുന്നത് ഏറ്റവും നന്നായിരിക്കും. ചില ആരോഗ്യ പ്രശ്നങ്ങൾ ഉള്ളവർക്ക് മൃത്യുഞ്ജയ ഹോമം വരെ നമുക്ക് ചെയ്യാം. അത് ചെയ്യുന്നതും ഇവരുടെ ജീവിതത്തിൽ രോഗമുക്തി നേടാൻ സഹായിക്കുന്നതായിരിക്കും. ആയുരാരോഗ്യ സൗഖ്യം ലഭിക്കുന്നതിനും ഈ മൃത്യുഞ്ജയ ഹോമം നമ്മളെ സഹായിക്കും. എല്ലാ അനുഗ്രഹങ്ങളും ചിങ്ങൻ രാശിക്കാർക്ക് ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് അടുത്ത രാശി നോക്കാം. അടുത്തതായിട്ട് തുലാം രാശിയാണ്. തുലാം രാശിയിൽ ചിത്തിര, ചോതി, വിശാഖ നക്ഷത്രക്കാർക്ക് ഈ ശുക്ര ആദിത്യ യോഗം കൊണ്ട് ഗുണങ്ങൾ ഉണ്ടാവും എന്നുള്ള ഉറപ്പാണ്. കാരണം ഈ യോഗം മാത്രമല്ല, തുലാം രാശിക്കാർക്ക് പല യോഗങ്ങളും വരുമ്പോഴും അനുകൂലമായിട്ട് തന്നെ നിൽക്കുന്നത്. അതുപോലെ തന്നെ ശുക്രാദിത്യ യോഗവും ഇവർക്ക് അനുകൂലം തന്നെയാണ്. ഈ യോഗം കൊണ്ട് ഇവരുടെ ജീവിതത്തിൽ സാമ്പത്തിക നേട്ടം തീർച്ചയായിട്ടും ഉണ്ടാവും എന്നത് ഉറപ്പാണ്. കുടുംബത്തിൽ സന്തോഷവും സമാധാനവും ഇവർക്ക് ഉണ്ടാവും. അതുപോലെ തന്നെ നിക്ഷേപങ്ങൾ കാരണം ഇവർക്ക് സാമ്പത്തിക വർധനവും ഉണ്ടാവും. പുതിയ വരുമാനങ്ങൾ അല്ലെങ്കിൽ പുതിയ വരുമാനത്തിനുള്ള അവസരങ്ങൾ വന്നു ചേരും. അത് ഉപയോഗപ്പെടുത്താൻ ശ്രമിക്കുക. അതുപോലെ തന്നെയാണ് ഈ ചില സ്റ്റോക്ക് മാർക്കറ്റുകളിലൊക്കെ നിക്ഷേപിച്ചാൽ അതിനൊരു ചെറിയ മാറ്റം ഉണ്ടാവും. കാരണം ഇതുവരെ ആ ഒരു മാർക്കറ്റ് നിക്ഷേപങ്ങളൊക്കെ ഡൗണായി പോയിട്ടുള്ളവരാണെങ്കിൽ തീർച്ചയായിട്ടും അത് ഒരു വിജയത്തിലേക്ക് എത്തും. അതിലൊക്കെ വർധനവ് ഉണ്ടാവും. സാമ്പത്തികം നമ്മൾ കുറച്ച് പണം ഇറക്കുമ്പോൾ അതിന് ചെറിയ ലാഭം കിട്ടുന്ന അവസ്ഥയിലേക്കൊക്കെ നീങ്ങുന്ന ഒരു സാഹചര്യം തുലാം രാശിക്കാർക്ക് ഉണ്ടാവും. തുലാം രാശിയിൽ വരുന്ന ചിത്തിര, ചോതി, വിശാഖ നക്ഷത്രക്കാർക്കാണ് ഈ ഗുണം പറഞ്ഞത്. അത് സുരക്ഷിതമായി ഷെയർ മാർക്കറ്റിലൊക്കെ ചേരുന്നവർക്കും സുരക്ഷിതമായിട്ട് തന്നെ ഈ ഒരു അവസരം ഉപയോഗപ്പെടുത്താം. ഇത് തീർച്ചയായിട്ടും ശ്രദ്ധിച്ച് ഉപയോഗിച്ചു കഴിഞ്ഞാൽ ഈ ഷെയർ മാർക്കറ്റിലൊക്കെ വിജയം ഉണ്ടാവും എന്നുള്ളത് ഉറപ്പാണ്. ഷെയർ മാർക്കറ്റ് തീർച്ചയായിട്ടും ഈ ഒരു സമയം അവർക്ക് അനുകൂലമായിട്ട് നിൽക്കും എന്നുള്ളതാണ്. ഇതിലൊക്കെ പ്രവർത്തിക്കുന്നവർക്ക് ഈ ഒരു സമയം അനുകൂലമാണ് ഈ നക്ഷത്രക്കാർക്ക്. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഇറക്കുന്ന മുതൽ മുടക്കിനെക്കാട്ടും കൂടുതൽ ലാഭം ലഭിക്കാൻ സാധ്യത കൂടുതലാണ് തുലാം രാശിക്കാർക്ക്. അതുപോലെ വിദേശ യാത്ര ചെയ്യുന്നതിനും അതും നിമിത്തം നമുക്ക് വരുമാനം വർദ്ധിപ്പിക്കുന്നതിനും വിദേശം ഇന്ത്യ ടു ബിസിനസ് ചെയ്യുന്നവർക്കൊക്കെ ഇത് അനുകൂലമായ സമയമാണ്. നല്ല മികച്ച മാറ്റം തന്നെയായിരിക്കും ഇവരുടെ ജീവിതത്തിൽ കൊണ്ടുവരിക ഈ ഒരു അവസരത്തിൽ. അതായത് ഈ ശുക്രാദിത്യ യോഗം ഇവർക്ക് അനുകൂലമായിട്ട് തന്നെ നിൽക്കുന്നത്. തുലാം രാശിക്കാർക്ക് ശുക്രാദിത്യ യോഗം കൊണ്ട് സർവ്വവിധ ഐശ്വര്യങ്ങളും അഭിവൃദ്ധിയും ഉണ്ടാവും. കൂടുതലൊന്നും പറയേണ്ട ആവശ്യമില്ല, വീഡിയോ നീട്ടേണ്ട ആവശ്യമില്ല. എന്തായാലും എല്ലാ അനുഗ്രഹങ്ങളും തുലാം രാശിക്കാർക്ക് വന്നു ചേരും എന്നുള്ളത് തീർച്ച തന്നെയാണ്. ദുർഗാ ഭഗവതി ക്ഷേത്രത്തിൽ നമ്മുടെ കഴിവിനനുസരിച്ചുള്ള പരിഹാരങ്ങൾ ചെയ്യുന്നത് നന്നായിരിക്കും. എന്തായാലും ദേഹപുഷ്പാഞ്ജലി ചെയ്യുക. ആരോഗ്യം മികച്ചതായിട്ട് തന്നെ ഇരിക്കും ഈ ഒരു സമയത്ത്. അതുപോലെ ചില കാടാമ്പുഴ പോലുള്ള ചില ക്ഷേത്രങ്ങളിൽ നമുക്ക് അവിടെ വഴിപാടുകൾ ഉണ്ട്. അതായത് മുട്ടറക്കൽ വഴിപാടുകളാണ് പ്രധാനം. അത് ഇവർക്ക് ആരോഗ്യ പ്രശ്നമുള്ളവരാണെന്ന് വെച്ചാൽ ദേഹമുട്ട് അറക്കുന്നത് നന്നായിരിക്കും. സാമ്പത്തിക തടസ്സം വന്നു നേരിട്ടുണ്ടെങ്കിൽ ബന്ധനമുട്ട് അറക്കുന്നത് നന്നായിരിക്കും. അതുപോലെ തൊഴിൽ മേന്മ കിട്ടാന് അല്ലെങ്കിൽ കർമ്മമുട്ട് ചെയ്യുന്നത് നന്നായിരിക്കും. അങ്ങനെ പലതരത്തിലുള്ള മുട്ടുകളുണ്ട്. അത് പിന്നെ കാടാമ്പുഴ ക്ഷേത്രങ്ങളിലൊക്കെ സന്ദർശിച്ചിട്ട് ചെയ്തു കഴിഞ്ഞാൽ ഏറ്റവും ഗുണപ്രദമായി തീരുമെന്നുള്ളത് തീർച്ച തന്നെയാണ്. അടുത്തത് മകരം രാശിയാണ്. മകരം രാശി വരുന്ന ഉത്രാടം, തിരുവോണം, അവിട്ട നക്ഷത്രക്കാർക്ക് ഈ ശുക്ര ആദിത്യ യോഗം കൊണ്ട് ഏറ്റവും ഫലപ്രദമായ സമയത്തിലൂടെ കടന്നു പോകുന്നത്. കാരണം ഈ യോഗം ഇവർക്ക് ഏറ്റവും നല്ല ഫലങ്ങളായിരിക്കും നൽകുക. പല നല്ല അവസരങ്ങളും ഇവരെ തേടിയെത്തും എന്നുള്ളത് തീർച്ചയാണ്. പക്ഷെ ആ അവസരങ്ങൾ എത്തുമ്പോൾ നമ്മളത് കണ്ട് അത് ഉപയോഗപ്പെടുത്താൻ ശ്രമിക്കുക. കാരണം പലതും കൈവിട്ടു പോയാൽ നിങ്ങൾക്ക് പിന്നെ തിരിച്ച് ഇത് പിടിക്കാൻ കഴിയില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ ഒരു നല്ല അവസരം വരുമ്പോൾ അത് തീർച്ചയായിട്ടും ഉപയോഗപ്പെടുത്തുക. കാരണം ഇവരുടെ കയ്യിൽ നിന്നും പല അവസരങ്ങളും
വഴുതി പോവാൻ സാധ്യത കൂടുതലാണ്. അതുകൊണ്ടാണ് പ്രത്യേകം എടുത്ത് പറഞ്ഞത്. നമ്മൾ യോഗങ്ങളൊക്കെ ഉണ്ടെങ്കിൽ പോലും നമ്മൾ അതിനെ ശ്രമിച്ചിട്ട് അതിന് വേണ്ട സമയത്ത് വേണ്ട രീതിയിൽ ചെയ്താൽ മാത്രമേ നമ്മൾ ആ യോഗം കൊണ്ട് ഗുണം ഉണ്ടാവുള്ളൂ. നമ്മളെല്ലാവരും യോഗങ്ങൾ ഉണ്ടെന്ന് പറഞ്ഞുകൊണ്ട് കാര്യമില്ല, പക്ഷെ നമ്മളത് ഉപയോഗപ്പെടുത്താൻ ശ്രമിക്കണം. ഒരു യോഗവും നമ്മുടെ കയ്യിലേക്ക് കൊടുന്നിട്ടില്ല. നമ്മളുടെ ശ്രമം കൂടി വരുമ്പോൾ മാത്രമേ ആ യോഗം ആക്റ്റീവ് ആവുകയുള്ളൂ. അപ്പൊ എന്തായാലും മകരം രാശിക്കാർക്ക് ഏറ്റവും നല്ല സമയത്തിലൂടെയാണ് കടന്നു പോകുന്നത്. എല്ലാ കാര്യങ്ങളും ശ്രദ്ധിച്ചു ചെയ്യുക, വളരെ സൂക്ഷിച്ചും കണ്ട് പ്രവർത്തിക്കുക. ഏത് മേഖലയിലേക്ക് ഇറങ്ങുമ്പോഴും നിങ്ങൾ സൂക്ഷിച്ച് കൈകാര്യം ചെയ്യേണ്ടതാണ്. അതുപോലെ തന്നെ സുഹൃത്തുക്കളുമായിട്ട് ഇടപഴകുമ്പോൾ പഴയ രീതിയിലല്ല, ഈ യോഗം കൊണ്ട് ഇടപഴകുമ്പോൾ വളരെയധികം ശ്രദ്ധിച്ച് സംസാരമൊക്കെ വളരെ ശ്രദ്ധിച്ചിട്ട് കൈകാര്യം ചെയ്യുന്നത് നന്നായിരിക്കും. അത് നിങ്ങൾ ഓഫീസിലൊക്കെ ജോലി ചെയ്യുന്ന ആളാണെങ്കിൽ മേലുദ്യോഗസ്ഥരുമായിട്ട് പല തരത്തിലുള്ള വാക്കുതർക്കങ്ങൾക്ക് ഇടവരും. പക്ഷെ എങ്കിൽ പോലും ശ്രദ്ധിച്ചിട്ട് നമ്മുടെ വാക്കുകൾ ഉപയോഗിക്കാൻ ശ്രദ്ധിക്കുക. വളരെ ശ്രദ്ധിച്ചിട്ട് നമ്മുടെ വാക്കുകൾ, നമ്മൾ സംസാരിക്കുന്നതൊക്കെ ഒരു മിനിമം ലെവലിൽ കൊണ്ടുപോയിട്ട് ഇരിക്കുന്നത് നന്നായിരിക്കും. ഒരു മിതമായ സംസാരം ആയിട്ട് പോകുന്നത് നന്നായിരിക്കും. കാരണം ആ ഒരു സംസാരം കൊണ്ട് തന്നെ നമ്മുടെ നല്ല അവസരങ്ങൾ നഷ്ടപ്പെടുവാൻ സാധ്യത കൂടുതലാണ്. പ്രത്യേകം ശ്രദ്ധിക്കുക. സാമ്പത്തിക സ്ഥിതി മികച്ചതായിരിക്കും, പക്ഷെ അവസരങ്ങൾ നമ്മൾ നഷ്ടപ്പെടുത്തരുത്. അത് കാരണം നമ്മുടെ സംസാരം കൊണ്ട് തന്നെ പലർക്കും ഇഷ്ടപ്പെടാതെ വന്നിട്ട് നമ്മുടെ അവസരങ്ങൾ പോയി കൈവിട്ട് പോകാം. ആ ഒരു സാഹചര്യത്തിലേക്ക് പോവാതിരിക്കാൻ വേണ്ടിയാണ് പറയുന്നത്. മകരം രാശിക്കാർ പ്രത്യേകം ശ്രദ്ധിക്കുക. സാമ്പത്തിക സ്ഥിതി എപ്പോഴും നിങ്ങൾക്ക് മികച്ചു തന്നെ നിൽക്കും ഈ ഒരു ശുക്രാദിത്യ യോഗം കൊണ്ട്. അതുപോലെ തന്നെ നമ്മുടെ അവസരം നമ്മൾ ഉപയോഗപ്പെടുത്തണം എന്ന് മാത്രം. അതുപോലെ വിദേശ യാത്രയ്ക്കുള്ള ഗുണം കാണുന്നുണ്ട്. അതുകൊണ്ട് തന്നെ സാമ്പത്തിക മേന്മയുണ്ടാകും. നിങ്ങൾക്ക് വരുമാനം വർദ്ധിക്കും, ജോലിയിൽ പുരോഗതി ഉണ്ടാകും. സർക്കാർ തലങ്ങളിലൊക്കെ ജോലി ചെയ്യുന്നവർക്ക് മികച്ച നേട്ടം തന്നെയായിരിക്കും. സ്ഥാനക്കയറ്റത്തിന് യോഗം കാണുന്നുണ്ട്. സർക്കാർ ജോലിയിലൊക്കെ ജോലി ചെയ്യുന്നവർ, സർക്കാർ തലങ്ങളിൽ ജോലി ചെയ്യുന്നവർക്ക് സ്ഥാനക്കയറ്റം ഉണ്ടാവും. അത് സർക്കാർ മാത്രമല്ല, പ്രൈവറ്റ് ജോലി ചെയ്യുന്ന ആൾക്കാർക്കും സ്ഥാനക്കയറ്റത്തിന് യോഗം കാണുന്നുണ്ട്. പക്ഷെ ആ സ്ഥാനക്കയറ്റത്തിന് യോഗം കാണുമ്പോൾ നമ്മൾ അവിടെ തന്നെ നമ്മളും കൂടി ഒന്ന് പ്രവർത്തിക്കേണ്ടതുണ്ട്. നമ്മളെ പ്രവർത്തനം കൂടി ആവുമ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് സ്ഥാനക്കയറ്റം ഉണ്ടാകും. നിങ്ങൾ ശ്രദ്ധിച്ചു വെച്ചോളൂ. നിങ്ങളുടെ ജോലി ചെറിയൊരു പുരോഗതി നിങ്ങൾക്ക് ലഭിക്കാൻ സാധ്യത കൂടുതലാണ്. അത് നിമിത്തം മകരം രാശിക്കാർക്ക് ശമ്പള വർധനവും ഈ ജോലിയിൽ നിന്ന് ലഭിക്കുന്നതായിരിക്കും. അതുകൊണ്ട് സന്തോഷവും സമാധാനവും വീട്ടിലുണ്ടാവും. പല നല്ല കാര്യങ്ങളും നമുക്ക് ചെയ്യാൻ കഴിയും. ഇപ്പോൾ സാമ്പത്തിക ബുദ്ധിമുട്ട് കാരണം പലതും ചെയ്യാൻ കഴിയാതെ വരികയാണ്. നമ്മൾ എത്ര കഷ്ടപ്പെട്ട് ജോലി ചെയ്താലും നമുക്ക് ഒരു ഒരു നിലനിന്ന് പോകാൻ ബുദ്ധിമുട്ടുണ്ടായിരിക്കും പലർക്കും. അങ്ങനെയുള്ളവർക്ക് അതിൽ നിന്നൊരു മോചനം ഉണ്ടാവും, സമാധാനം ഉണ്ടാവും. ബാങ്കിന്റെ ബാലൻസ് ഒന്ന് വർദ്ധിക്കും. പുതിയ ചിട്ടി തുടങ്ങാൻ ആഗ്രഹിക്കുന്നവർക്ക് അതിന് സാധിക്കും. ബാങ്ക് ബാലൻസ് വർദ്ധിക്കും. എന്തായാലും മികച്ച നേട്ടങ്ങൾ തന്നെയായിരിക്കും മകരം രാശിക്കാർക്ക് ഉണ്ടാവുക. എന്തായാലും മകരം രാശിക്കാർക്ക് ചെയ്യേണ്ട ചില പരിഹാരങ്ങൾ പറയാം. നമ്മൾ ശാസ്താവിന്റെ ക്ഷേത്രത്തിൽ വിളക്കുമാല പുഷ്പാഞ്ജലി ചെയ്യുന്നത് നന്നായിരിക്കും. ശനിദോഷം ഇവരെ വല്ലാതെ അലട്ടാറില്ല എന്നാണ്, എങ്കിൽ പോലും ഒരു നീരാഞ്ജനം എല്ലാ ശനിയാഴ്ചയും ചെയ്യുന്നത് നന്നായിരിക്കും. തുടർച്ചയായിട്ട് 3 മാസമെങ്കിലും തുടർച്ചയായി ചെയ്യുക. ഹനുമാൻ സ്വാമി ക്ഷേത്രത്തിൽ നമ്മൾ അവിൽ നിവേദ്യം കഴിപ്പിക്കുന്നത് നന്നായിരിക്കും. അതുപോലെ വെറ്റിലമാലയോ വടമാലയോ ഇതൊക്കെ നിങ്ങൾക്ക് മികച്ച നേട്ടങ്ങൾ കൊടുന്നു വരും. നന്നായിട്ട് ഭഗവാനെ പ്രാർത്ഥിക്കുക, ഹനുമാൻ സ്വാമിനെ പ്രാർത്ഥിക്കുക, അതിനോടൊപ്പം ശ്രീരാമസ്വാമിനെ പ്രാർത്ഥിക്കുക. ഇതൊക്കെ പേർക്ക് ജീവിതത്തിൽ മികച്ച നേട്ടങ്ങളായിരിക്കും ഉണ്ടാവുക. എന്തായാലും എല്ലാ അനുഗ്രഹങ്ങളും ഇവർക്ക് ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് അടുത്ത രാശി ഏതാണെന്നോ. അടുത്തതായിട്ട് മീനൻ രാശിയാണ്. മീനൻ രാശിയിൽ വരുന്ന പൂരുരട്ടാതി, ഉത്രട്ടാതി, രേവതി നക്ഷത്രക്കാർക്ക് ഈ ശുക്രാദിത്യ യോഗം കുടുംബത്തിൽ സന്തോഷവും സമാധാനവും കൊണ്ടുവരും എന്നുള്ളത് ഉറപ്പാണ്. കുടുംബത്തിൽ ഏറ്റവും നല്ല സന്തോഷവും സമാധാനം ലഭിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകും. അതുപോലെ തന്നെ നല്ല സമൃദ്ധി ഉണ്ടാകും ജീവിതത്തിൽ എന്ന് പറയുന്നത്. ഈ ശുക്ര ആദിത്യ യോഗം കൊണ്ട് മീനൻ രാശിക്കാർക്ക് ജീവിതത്തിൽ എല്ലാവിധ സമൃദ്ധിയും ഉണ്ടാകും, സന്തോഷവും സമാധാനവും അത്യാവശ്യം ജീവിതത്തിനുള്ള സാമ്പത്തിക സ്ഥിതി ഒക്കെ ഇവരുടെ കയ്യിൽ വന്നു ചേരും എന്നുള്ളത്. ഈ ഒരു ദിവസം മുതൽ അവർക്ക് ശുക്രാദിത്യ യോഗം കൊണ്ട് തന്നെയാണ് കുടുംബത്തിൽ ഏറ്റവും നല്ല അഭിവൃദ്ധിയിലേക്ക് പോകുന്നത്. മാത്രമല്ല ഭാഗ്യം, ഇവർക്ക് പല ഭാഗ്യങ്ങളും തേടിയെത്തും തന്നെ പറയാം. ചില ലോട്ടറി ടിക്കറ്റ് എടുത്താൽ പോലും അവർക്ക് ആ ഭാഗ്യം ചെറിയൊരു പ്രൈസെങ്കിലും ലഭിക്കാൻ സാധ്യത കൂടിയ സമയമാണ് എന്നുള്ളത് തീർച്ചയാണ്. ഈ ശുക്രാദിത്യ യോഗം കൊണ്ട് ഇങ്ങനെയുള്ള ഗുണങ്ങളൊക്കെ ഈ മീനൻ രാശിയിൽ വരുന്ന പൂരട്ടാതി, ഉത്രട്ടാതി, രേവതി നക്ഷത്രക്കാർക്ക് ലഭിക്കും എന്നുള്ളത് ഒരു 90% നമുക്ക് തീർത്ത് പറയാം. കാരണം എന്തുകൊണ്ട് 100% പറയാൻ കഴിയില്ല എന്ന് പറഞ്ഞാൽ ഇതൊരു പൊതുഫലമായതുകൊണ്ടാണ്. കാരണം നിങ്ങളുടെ ജാതകത്തിലെ ശുക്രനും ബുധനും സൂര്യനും ഒക്കെ എവിടെയാണ് മറ്റുള്ള ഗ്രഹങ്ങൾ നിൽക്കുന്നത് എന്നതിനെ ആശ്രയിച്ചായിരിക്കും ഉണ്ടാവുക. അപ്പൊ ഒരു വ്യക്തിയുടെ ജാതകം കൃത്യമായി കണ്ടാൽ മാത്രമേ നമുക്കത് പറയാൻ കഴിയുള്ളൂ.
അല്ലാതെ പൊതുഫലം മാത്രമേ പറയാൻ കഴിയുള്ളൂ. അതുകൊണ്ടാണ് ഇങ്ങനെ പറയുന്നതിന് കാരണം. അതുപോലെ സന്തോഷം ജീവിതത്തിൽ ഉണ്ടാവും എന്ന് പറഞ്ഞു. പിന്നെ പല പ്രധാനപ്പെട്ട കാര്യങ്ങളും നിങ്ങൾ സംശയിച്ച് ചെയ്യും. കാരണം പലവരെയും നിങ്ങൾക്ക് സംശയത്തിന്റെ മുൾമുനയിൽ നിർത്തും എന്നുള്ളത് തീർച്ചയാണ്. ഈ ഒരു ശുക്രാദിത്യ യോഗം കൊണ്ട് മീനൻ രാശിക്കാര് പ്രധാനപ്പെട്ട പല തീരുമാനങ്ങളും എടുക്കാൻ കഴിയാതെ ബുദ്ധിമുട്ടുന്ന ഒരു സാഹചര്യം കാണാം. പക്ഷെ അതിനെ മറികടന്ന് ആ തീരുമാനം എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾ തീർച്ചയായിട്ടും ജീവിതത്തിൽ വിജയിക്കും. പക്ഷെ എന്ത് ചെയ്യുമ്പോഴും നന്നായിട്ട് ആലോചിച്ചതിന് ശേഷം സ്വന്തം തീരുമാനത്തിൽ ഉറച്ചു നിന്ന് ചെയ്യുക. തീർച്ചയായിട്ടും വിജയം ഉണ്ടാകും. കാരണം സാമ്പത്തിക മേന്മ ഉണ്ടാവും, കുടുംബത്തിൽ സന്തോഷവും സമാധാനവും ഉണ്ടാവും. അതുപോലെ തന്നെ നിങ്ങൾക്ക് സർക്കാർ തലങ്ങളിലൊക്കെ ആനുകൂല്യങ്ങൾ കിട്ടാൻ സാധ്യത കൂടുതലാണ്. നമ്മൾ ലോണിനൊക്കെ അപേക്ഷിച്ചു കഴിഞ്ഞാൽ ബാങ്ക് പോലുള്ള സ്ഥാപനങ്ങൾക്ക് അത് ഇതുവരെ കിട്ടാതിരുന്നവർക്ക് അത് ലഭിക്കാൻ സാധ്യത കൂടുതലാണ്. സർക്കാരിന്റെ പല ധനസഹായങ്ങളും നിങ്ങൾക്ക് ലഭിക്കും എന്നുള്ളത് തീർച്ചയാണ്. മീനരാശിക്കാർക്ക് ഈ ഒരു അവസരത്തിൽ സർക്കാരിൽ നിന്നും കിട്ടാവുന്ന പല ഗുണങ്ങളും നിങ്ങൾക്ക് കിട്ടും എന്നുള്ളത് ഉറപ്പ് തന്നെയാണ്. അതിനൊക്കെ കാത്തിരുന്ന് മടുത്തവർക്ക് ഈ ഒരു സമയത്ത് ശുക്രാദിത്യ യോഗം കൊണ്ട് ആ ഒരു ഗുണങ്ങളൊക്കെ വന്നു ചേരും എന്നുള്ളത് ഉറപ്പാണ്. വീട് പണിയാൻ ആഗ്രഹിക്കുന്നവർക്ക് ഈ ഒരു സമയം അതിന് ഉപയോഗപ്പെടുത്താം. അതുപോലെ തന്നെ പുതുക്കി പണിയണം വീട് എന്ന് ആഗ്രഹിച്ചിരിക്കുന്നവർക്ക് ഈ ഒരു സമയം അതിനും ഉപയോഗപ്പെടുത്താം. അങ്ങനെ പല നല്ല കാര്യങ്ങൾക്കും ഇത് ഉപയോഗപ്പെടുത്താൻ കഴിയും. എന്ത് വന്നാലും ഏത് യോഗങ്ങൾ വന്നാലും നമ്മളത് ഉപയോഗപ്പെടുത്തുന്നതിനനുസരിച്ചിരിക്കും അതിന്റെ ഗുണങ്ങൾ നമ്മൾ അനുഭവിക്കുക. അല്ലാതെ എനിക്ക് യോഗ ഉണ്ട് ആ യോഗ ഉണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് യോഗത്തിന്റെ ഫലം കാണാൻ കഴിയില്ല. നമ്മൾ അതിന് പ്രവർത്തിക്കുമ്പോൾ മാത്രമേ അതും ആക്റ്റീവ് ആവുള്ളൂ. നമുക്കറിയാലോ, സൈക്കിളോട്ട് പഠിക്കണം എന്ന് പറഞ്ഞാൽ നമ്മൾ മുണ്ടാതിരുന്ന സൈക്കിളോട്ട് പഠിക്കില്ല. അതേപോലെ നമ്മൾ അത് കയറി ചവിട്ടി അത് പഠിക്കുകയാണ്. അതേപോലെ ചില യോഗങ്ങൾ വെറുതെ നമ്മുടെ കയ്യിൽ എത്തില്ല. സാമ്പത്തികം ആരും വെറുതെ കൊടുന്നിട്ടില്ല. നമ്മൾ ഏതെങ്കിലും ഒരു മേഖലയിൽ പ്രവർത്തിക്കുമ്പോൾ മാത്രം അതിൽ നിന്ന് മെച്ചം നമ്മൾ പ്രതീക്ഷിക്കാത്ത തലങ്ങളിൽ നിന്ന് നമുക്ക് പണം കിട്ടും. അത് ചെയ്തു ഇത് ചെയ്തു അവിടുന്ന് ഇവിടുന്നൊക്കെ ആയിട്ട് പണം നമുക്ക് വന്നു ചേരും. അല്ലെങ്കിൽ കുടുംബത്ത് നമുക്ക് കിട്ടാവുന്ന സ്വത്തുക്കൾ വസ്തുവകകൾ ഉണ്ടെങ്കിൽ അത് ഈ ഒരു അവസരത്തിൽ വന്നു ചേരും എന്നുള്ളത് തീർച്ചയാണ്. എന്തായാലും മീനൻ രാശിക്കാർക്ക് എല്ലാവിധ അനുഗ്രഹങ്ങളും വന്നു ചേരും എന്നുള്ളത് തീർച്ചയാണ്. വിഷ്ണു ഭഗവാന്റെ ക്ഷേത്രത്തിൽ പാൽപായസവും ഭാഗ്യസൂക്തവും കഴിപ്പിക്കുന്ന ഒന്നായിരിക്കും. തിരുമുടിമാല വഴിപാട് കഴിപ്പിച്ചാൽ വളരെ ഗുണപ്രദമായ ഫലങ്ങളായിരിക്കും മീനൻ രാശിക്കാർക്ക് ലഭിക്കുക. ഭഗവാനെ നന്നായി പ്രാർത്ഥിച്ചിട്ട് വിഷ്ണു സഹസ്രനാമം ദിവസവും ജപിക്കുന്നത് ഇവർക്ക് ഏറ്റവും ശ്രേഷ്ഠകരമായ ഫലങ്ങൾ ലഭിക്കുമെന്നത് ഉറപ്പാണ്. എന്തായാലും ഈ 5 രാശിക്കാർക്കും എല്ലാ 27 നക്ഷത്രക്കാർക്കും ഗുണങ്ങൾ ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് പുതിയൊരു വീഡിയോയിൽ പുതിയൊരു അറിവുമായി നമുക്ക് കണ്ടുമുട്ടാം. എന്തായാലും നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് കൂടെ കൊടുക്കുക. അതിനോടൊപ്പം തന്നെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമന്റായി രേഖപ്പെടുത്തുക. ഈ ചാനൽ ഇഷ്ടപ്പെടുന്നവർക്ക് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. എല്ലാ അമാവാസിക്കും ശക്തയ പുഷ്പാഞ്ജലി ഉണ്ടായിരിക്കും. നിങ്ങളുടെ നക്ഷത്രവും പേരും ഉൾപ്പെടുത്താൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. നന്ദി, നമസ്കാരം.